ഗൗരവകരമായ വിവാദങ്ങളും തർക്കങ്ങളും പുകയുന്ന ഒരു സിനിമാ സംഘടനയുടെ അന്തരീക്ഷത്തെ ഒറ്റ പ്രസംഗം കൊണ്ട് ഇത്രയും ലൈറ്റാക്കി മാറ്റാൻ ധ്യാൻ ശ്രീനിവാസൻ അല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? മലയാള സിനിമയിൽ തന്റെ സ്വതസിദ്ധമായ തമാശകളും ആരെയും അമ്പരപ്പിക്കുന്ന കൗണ്ടറുകളുമായി വേദികൾ കീഴടക്കുന്ന താരമാണ് ധ്യാൻ ശ്രീനിവാസൻ. യാതൊരുവിധ ഇമേജ് ഭയവുമില്ലാതെ മനസ്സിൽ തോന്നുന്നത് തോന്നും പോലെ തുറന്ന് സംസാരിക്കുന്ന ധ്യാനിന്റെ പ്രസംഗങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തരംഗമാകാറുണ്ട്. നടി നവ്യ നായർക്കൊപ്പമുള്ള പുതിയ ചിത്രമായ വിസിറ്റർ എന്ന സിനിമയുടെ ലോഞ്ചിനിടെ ധ്യാൻ നടത്തിയ രസകരമായ പ്രസംഗമാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ ചിരി പടർത്തുന്നത്. ഭാവിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവണമെന്നുള്ള തന്റെ വലിയ മോഹത്തെക്കുറിച്ചും മലയാള സിനിമയിലെ അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തെക്കുറിച്ചും ധ്യാൻ തട്ടിവിട്ട തമാശകൾ കേട്ട് വേദിയാകെ നിറഞ്ഞു ചിരിക്കുകയായിരുന്നു. തമിഴ് സൂപ്പർ താരം വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ച സംഭവം കോർത്തിണക്കിയായിരുന്നു ധ്യാനിന്റെ പ്രസംഗത്തിന്റെ തുടക്കം. വിജയിയെ പോലെ തനിക്കും അടുത്ത 15 വർഷത്തിനുള്ളിൽ ഒരു മുഖ്യമന്ത്രി ആകണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് ധ്യാൻ വേദിയിൽ പരസ്യമായി വെളിപ്പെടുത്തി. എന്നാൽ തന്റെ ഈ വലിയ ആഗ്രഹം കേട്ട ശേഷം സുഹൃത്തും മെന്ററുമായ അജീവ് വർഗീസ് തനിക്ക് നൽകിയ ഉപദേശമാണ് ധ്യാൻ പ്രേക്ഷകർക്ക് മുമ്പിൽ പൊട്ടിച്ചിരിയോടെ പങ്കുവച്ചത്. പെട്ടെന്ന് CM ആയാൽ ശരിയാകില്ലെന്നും അതിന്റെ ആദ്യ പടിയെന്നോണം തമിഴ്നാട്ടിൽ വിജയ് ചെയ്തതുപോലെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആകണമെന്നുമായിരുന്നു അജുവിന്റെ ഉപദേശം. താൻ ഓസ്ട്രേലിയയിലും അയർലാൻഡിലും സ്റ്റേജ് ഷോകളുമായി നടക്കുന്നതിനിടയിലാണ് നാട്ടിൽ പുതിയൊരു വാർത്ത പരക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. എന്നാൽ ഈ വാർത്തകൾക്ക് പിന്നിൽ വേറെ ആരുമല്ല, അജു വർഗീസിന്റെ പവർ ഗ്രൂപ്പ് ആണെന്നാണ് ധ്യാൻ തമാശയായി വെളിപ്പെടുത്തിയത്. ധ്യാൻ പ്രസംഗത്തിൽ പറഞ്ഞത് ഇതാണ്: എന്റെ മെന്ററും പ്രിയ സുഹൃത്തും വഴികാട്ടിയും ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിന്റെ തലവനുമായ അജു വർഗീസിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. ഞാൻ കുറച്ചു കാലമായി സിനിമകൾ കുറച്ച് സ്റ്റേജ് ഷോകളിലും പരസ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയമാണ്. ഒരു ഷോയുമായി ബന്ധപ്പെട്ട് ഞാൻ ഓസ്ട്രേലിയയിൽ ആയിരിക്കുമ്പോൾ അജു എന്നെ വിളിച്ചു. തമിഴ്നാട്ടിൽ വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് CM ആകാൻ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ എന്റെ അടുത്ത 15 വർഷത്തെ ലക്ഷ്യം CM ആകുക എന്നതാണെന്ന് ഞാൻ അജുവിനോട് തമാശയായി പറഞ്ഞു. ഉടനെ അജു എന്നോട് പറഞ്ഞു, നീ പെട്ടെന്ന് CM ആകണ്ട, അതിന്റെ ആദ്യ പടിയെന്നോണം അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആകണം. വിജയെ പോലെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്ത് ജനമനസ്സുകൾ കീഴടക്കണം. അതിനുശേഷം പതിയെ CM ആകാം. അങ്ങനെ ഞാൻ അയർലാൻഡിൽ ലാലേട്ടന്റെ ഷോയുമായി നിൽക്കുമ്പോൾ നാട്ടിൽ വാർത്ത വരുന്നു, ഞാൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു എന്ന്. അജുവും കൂട്ടരും ചേർന്നാണ് ഈ വാർത്തകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ദിലീപേട്ട നിങ്ങളല്ല, അത് അജു വർഗീസ് ആണ്.